ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ഹാർമോണിക് മീൻ ആണ്. The harmonic mean of a number of observation is the reciprocal of the arithmetic mean of the reciprocal of the given observation. അതായത് ഹാർമോണിക് മീൻ ഓഫ് ദ ഒരു നിശ്ചിത നമ്പർ ഓഫ് ഒബ്സർവേഷൻ്റെ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീനിൻ്റെ റെസിപ്രോക്കലിനെ നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മളുടെ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. അതായത് ഹാർമോണിക് മീൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ അരിത്തമെറ്റിക് ആവറേജ് ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ. അതായത് നമുക്ക് എത്രത്തോളം വേരിയബിൾസ് ഉണ്ട്, അതായത് ആ വേരിയബിൾസിൻ്റെ വാല്യൂവും അതുപോലെ തന്നെ അരിത്തമെറ്റിക് ആവറേജിൻ്റെ റെസിപ്രോക്കലും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് എൻ വാല്യൂസ് x1 x2 x3 എക്സെട്ര xn ഈസ് ഗിവൺ ബൈ. അതായത് അരിത്തമെറ്റിക് മീൻ ഓഫ് റെസിപ്രോക്കൽ ഓഫ് എൻ വാല്യൂസിൻ്റെ റെസിപ്രോക്കലിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 1/x1 + 1/x2 + 1/x3 എക്സെട്ര 1/xn ആണ്, ഡിവൈഡഡ് ബൈ n ആണ്. ദ ഹാർമോണിക് മീൻ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ അരിത്തമെറ്റിക് മീൻ. അപ്പോൾ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് മീനിൻ്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. അതായത് n/1/x1 + 1/x2 + 1/x3 എക്സെട്ര 1/xn. അപ്പോൾ ഹാർമോണിക് മീൻ ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് സിഗ്മ 1/x/n ഈക്വൽ ടു n/sigma 1/x. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. HM അതായത് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് അതിൽ n നമ്പർ ഓഫ് ഐറ്റംസ്, HM എന്ന് പറയുന്നത് ഹാർമോണിക് മീനാണ്, n നമ്പർ ഓഫ് ഐറ്റംസ് ആണ്, x വാല്യൂ ഓഫ് ദ വേരിയബിൾ ആണ്. ഓക്കെ, വെൻ വി വിഷ് ടു ആവറേജ് യൂണിറ്റ്സ് ലൈക്ക് സ്പീഡ്, റേറ്റ്സ് ആൻഡ് റേഷ്യോസ് വി യൂസ് ദ ഹാർമോണിക് മീൻ. സ്പീഡ് കാണാൻ, റേറ്റ്സ് കാണാൻ, റേഷ്യോസ് കാണാനൊക്കെ എന്താണ് നമ്മൾ ഹാർമോണിക് മീനാണ് യൂസ് ചെയ്യുക. അടുത്ത അഡ്വാൻറ്റേജസ് ഓഫ് ഹാർമോണിക് മീൻ. ബെനിഫിറ്റ്സ് ഓഫ് ഹാർമോണിക് മീൻസ് ആർ ആസ് ഫോളോസ്. അപ്പോൾ ഹാർമോണിക് മീനിൻ്റെ ബെനിഫിറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഗീവ്സ് ദ സ്മാളസ്റ്റ് ഐറ്റം ദ മോസ്റ്റ് വെയ്റ്റ്. അതായത് ഒരു കുറേ വേരിയബിൾസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ഐറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഹാർമോണിക് മീൻ എന്ന് പറയുക. ഇറ്റ് ഈസ് ക്വൈറ്റ് ബെനിഫിഷ്യൽ ഫോർ ആവറേജ് സർട്ടൻ റേഷ്യോസ് ആൻഡ് റേറ്റ്സ് ബിക്കോസ് ഇറ്റ് മെഷേഴ്സ് റിലേറ്റീവ് ചേഞ്ച്. അതായത് റേഷ്യോസിൻ്റെ, റേറ്റ്സിൻ്റെ ഒക്കെ ആവറേജ് കാണാനാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുക. കാരണം അതിലാണ് നമ്മൾ റിലേറ്റീവ് ചേഞ്ചസിനെ മെഷർ ചെയ്യുക. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷൻസിനെയും ബേസ് ചെയ്തിട്ടാണ് ഹാർമോണിക് മീൻ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ്. അതായത് ഓരോ പോയിൻ്റ് വ്യക്തമായിട്ട് റിജിഡായിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ഇറ്റ് ഈവൻ ഇഫ് എ സീരീസ് കണ്ടെയ്ൻസ് എനി നെഗറ്റീവ് നമ്പേഴ്സ്. അതായത് എത്ര നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അടുത്ത ലിമിറ്റേഷൻസ് ഓഫ് ഹാർമോണിക് മീൻ ആണ്. ദ ഫോളോയിങ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഹാർമോണിക് മീൻ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് അക്യുറേറ്റ്ലി റിഫ്ലക്ട് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിനെ അക്യുറേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ടഫ് ഫോർ എ ലൈമാൻ ടു അണ്ടർസ്റ്റാൻഡ്. അതായത് പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കാൽക്കുലേറ്റ് ഇഫ് എനി ഓഫ് ദ ഐറ്റംസ് ആർ 0. ഏതെങ്കിലും ഒരു ഐറ്റം 0 ആയിക്കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ദിസ് ഈസ് മിയർലി എ സമ്മറി ഫിഗർ. ദ ആക്ച്വൽ ഐറ്റം ഇൻ ദ സീരീസ് മെ നോട്ട് ബി ഷോൺ. ഇതൊരു സമ്മറി ഫിഗറാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സീരീസിലെ ആക്ച്വൽ ഐറ്റം ഒന്നും കാണിക്കുന്നില്ല. ഇറ്റ് ഹാസ് എ വെരി ലിമിറ്റഡ് ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്. ഇതിനെന്താണ് ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് വളരെ ലിമിറ്റഡ് ആണ്. ഇനി അടുത്തത് അതിൻ്റെ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ്റെ ഇക്വേഷനാണ്. HM = n/sigma 1/x. ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് n/sigma 1/x ആണ് അതിൻ്റെ ഇക്വേഷൻ. നേരത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ദ സ്പീഡ് ഓഫ് 5 ബസ്സസ് ഇൻ എ സിറ്റി ആർ ഗിവൺ ബിലോ. 5 ബസ്സിൻ്റെ സ്പീഡാണ് തന്നിട്ടുള്ളത്. 15, 18,
20, 22, 17 കിലോമീറ്റർ പെർ ഹവർ. ഒരു മണിക്കൂറിൽ 15 കിലോമീറ്റർ, 18 കിലോമീറ്റർ, 20 കിലോമീറ്റർ, 22 കിലോമീറ്റർ, 17 കിലോമീറ്റർ ഒക്കെയാണ് ഓടാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ആവറേജ് സ്പീഡ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ തന്നിട്ടുള്ളതിന് തന്നെ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ 1/x കണ്ടുപിടിക്കുന്നു. അപ്പോൾ 15, 18, 20, 22, 17 എന്നുള്ളത് താഴെ എഴുതി. എന്നിട്ട് 1/x, അതായത് 1/15 ചെയ്താൽ എത്ര കിട്ടുമെന്ന് കാൽക്കുലേറ്ററിൽ നോക്കുക, എഴുതുക. 1/18 ചെയ്താൽ എത്ര കിട്ടുമെന്ന് എഴുതുക. 1/20, 1/22, 1/17 ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര കിട്ടുമെന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ സിഗ്മ 1/x കണ്ടുപിടിക്കുക. അതായത് ഇത് മൊത്തം കൂട്ടിയിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇത് മൊത്തം ഈ 1/xൻ്റെ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ സിഗ്മ 1/x കിട്ടും. അപ്പോൾ 0.27637 എന്ന് കിട്ടി. എന്നിട്ട് n/sigma 1/x ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? n എത്ര? 5 ഒബ്സർവേഷൻസാണ് മൊത്തം തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ. 5/0.273637 ഈസ് ഈക്വൽ ടു 18.09 കിട്ടി. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 18.09 കിലോമീറ്റർ പെർ ഹവറാണ്. അടുത്തത് ഫോർ ഡിസ്ക്രീറ്റ് ഒബ്സർവേഷൻ. ഇനി ഡിസ്ക്രീറ്റ് ഒബ്സർവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തുവരും? അതിൽ ഫ്രീക്വൻസി കൂടി ആഡ് ചെയ്യുക. അപ്പോൾ HM ഈക്വൽ ടു n/sigma f ഇൻറ്റു 1/x. അപ്പോൾ ഇതുപോലെ 1/x കണ്ടുപിടിച്ചിട്ട് അതിൽ എന്ത് ചെയ്യാം? നമ്മൾ എഫിനെ ഇൻറ്റു ചെയ്യാം. ഓക്കെ. അപ്പോൾ കാൽക്കുലേറ്റ് ദ ഹാർമോണിക് മീൻ ഓഫ് ദ സ്കോർസ് ഓൺ ദ ഇംഗ്ലീഷ് ക്ലാസ് ടെസ്റ്റ് ആസ് ഷോൺ ബിലോ. മാർക്ക് 11, 12, 13, 14, 15. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 8, 7, 4, 5, 2. ഓരോന്നും കറക്റ്റായിട്ട്. അപ്പോൾ എക്സും എഫും ടേബിൾ വരച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 1/x കണ്ടുപിടിക്കുക. ഓരോ വാല്യൂസിനും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 1 ആ വാല്യൂ 1/11 0.0909 കിട്ടും. 1/12 0.0833 കിട്ടും. അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഈ ആൻസറോട് ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതിൻ്റെ ആ ആൻസറിനോട് എന്താണ് ഈ എഫ് ഇൻറ്റു ചെയ്യുക. അതായത് 8 ഇൻറ്റു 0.0909 ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും. 7 ഇൻറ്റു അത് ചെയ്താൽ ഇത് കിട്ടും. 4 ഇൻറ്റു ഇത് ചെയ്താൽ ഇത് കിട്ടും. 5 ഇൻറ്റു ഇത് ചെയ്താൽ ഇത് കിട്ടും. 2 ഇൻറ്റു ഇത് ചെയ്താൽ ഇത് കിട്ടും. മൊത്തം ഉള്ളതിനെ കൂട്ടുക. അപ്പോൾ നമുക്ക് 2.1081 എന്നുള്ള ആൻസർ കിട്ടും. ഇനി എന്ത് ചെയ്യുക? നമ്മളെ ഒബ്സർവേഷൻസ് എത്ര ഉണ്ട് നോക്കുക. 26 ഒബ്സർവേഷൻസ് ആണുള്ളത്. ഇതിൽ ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് 26 ഇവിടെ. ഓക്കെ. അപ്പോൾ 26 ഹരിക്കണം സിഗ്മ എഫ് 1/x ആണ്. സിഗ്മ എഫ് 1/x എന്താണ്? 2.1081 ആണ്. അപ്പോൾ 26 ഹരിക്കണം 2.1081 ഈക്വൽ ടു എന്ത് കിട്ടി? 12.33 എന്ന് കിട്ടി. ഓക്കെ. ഇനി അടുത്ത് ഫോർ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ ആണ്. കണ്ടിന്യൂസ് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് ആണ്, സീരീസ് ആയിട്ടാണ്. അപ്പോൾ ഹാർമോണിക് മീൻ ഈക്വൽ ടു n/sigma എഫ് ഇൻറ്റു 1/x. ഇവിടെ ഇക്വേഷൻ സെയിം ആണ്. പക്ഷേ ഇവിടുത്തെ എക്സ് എന്താണ്? മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ് ആണ്. ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ ആണ്. അപ്പോൾ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ആ ക്ലാസ് എഴുതി അതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാം. മിഡ് വാല്യൂ 5, 15, 25, 35 എന്ന് പറഞ്ഞിട്ട് മിഡ് വാല്യൂ. എന്നിട്ട് എഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം 1/x ആണ് മിഡ് വാല്യൂ ആണ് ഇവിടുത്തെ എക്സ്. അപ്പോൾ 1/x 1/5, 1/15, 1/25, 1/35 അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. എന്നിട്ട് എന്താണ്? ഇതിനെ ഇതുമായിട്ട് 1/xനെ എഫുമായിട്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ആൻസർ കിട്ടും. അതിനെ മൊത്തത്തിൽ കൂട്ടുക. അപ്പോൾ 0.8171 ഇത് കിട്ടി. ഇനി 11/0.8171 ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. n/sigma f ഇൻറ്റു 1/x 11/0.8171 ഈക്വൽ ടു എന്ത് കിട്ടി? 13.462 എന്ന് കിട്ടി.